അല്ലേ? ഇതിന് റസൂലിന്റെ പേരിൽ മദ്ഹ് ചെയ്യുന്നതിന് എതിർത്തുകൊണ്ടല്ല, അതിലുള്ള അപകടങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. റസൂലിനോടുള്ള സ്നേഹം പ്രവാചകനെ അനുസരിക്കുക വഴിയാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനം അധ്വാനിച്ചതിന്റെ ഫലമാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആരെയും മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് മെമ്പർഷിപ്പ് കൂട്ടാനല്ല, നിങ്ങൾ ആലോചിക്കുക, പരലോകം നമുക്ക് വേണം. ഈ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകും, വെറിയൊരു സംസാരത്തിന് വേണ്ടിയിട്ടല്ല. ഇത് മരണത്തിന്റെ, ഖബറിന്റെ, ബർസഖിന്റെ, മീസാനിന്റെ, ജന്നത്തിന്റെ, സിറാത്തിന്റെ, നാറിന്റെ, ജഹന്നമിന്റെ വിഷയമായത് കൊണ്ടാണ്. അതുകൊണ്ടൊന്ന് ചിന്തിച്ച് ഗവേഷണത്തിന്റെ, മനനത്തിന്റെ, പര്യവേഷണത്തിന്റെ, വിചിന്തനത്തിന്റെ, ആലോചനയുടെ വിഷയമായി നമ്മൾ സ്വീകരിക്കുക. നമുക്കറിയില്ല മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന്, അല്ലേ? നമ്മുടെ വളരെയധികം ദയനീയമായ രംഗങ്ങൾ നമ്മുടെ ചുറ്റുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തകൻ, നമുക്കറിയാലോ, സാദിഖെന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ നമ്മുടെ നാട്ടിൽ, അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആഖിറം വിജയകരമാക്കി തീർക്കട്ടെ. അദ്ദേഹത്തെ നമ്മളോടും കൂടെ നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഗുണപാഠങ്ങളുണ്ട് മനുഷ്യന്, നമുക്കാർക്കും അറിയില്ല ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയവരാൻ. നാളെ ഈ നേരത്തേതുപോലെ ഉണ്ടാകുമോ, അതോ നാളെ പള്ളിക്കാട്ടിലാണോ, നമുക്കറിയില്ല, അറിയാൻ സാധ്യമല്ല. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ബട്ടൺ നമ്മുടെ കൈ കൊണ്ടഴിക്കുമോ, അതോ നമ്മുടെ ജനാസ കുളിപ്പിക്കുന്നവന്റെ കൈ കൊണ്ടഴിക്കുമോ, നമുക്കറിയാൻ സാധ്യമല്ല. മരണമെന്ന യാഥാർത്ഥ്യമുണ്ട് എന്ന് വലോകാനത്തി ദുനിയാ തദുമു ലിവഹദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ഈ ലോകമെങ്ങാനും മരിക്കാതെ ഒരാളെ ബാക്കിയാക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സാക്ഷതനായി ഉണ്ടാകുമായിരുന്നല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പോലും വഫാത്തായി പോയെങ്കിൽ മരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്നിരിക്കെ അതും വേദനാജനകമായ മരണം മനുഷ്യനുണ്ടാകുമെന്ന് കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാ വസ്തുക്കളുടെ മേലും നാശമുണ്ടെന്ന്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചു നോക്കുമെന്ന്, കുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നിങ്ങളെ മരിക്കാരായി ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണോ, ആ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുമെന്ന് പഠിപ്പിക്കുമ്പോ എപ്പോഴാണെന്നറിയില്ല വേദനാജനകമായ മരണമാണെന്ന്. കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖ് ബിസാഖ്. അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ അവന്റെ വേർപാടിന്റെ സമയമാണെന്ന് അവൻ മനസ്സിലാക്കുമ്പോ അറ്റകയിൽ പ്രയോഗിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ വേദന സഹിക്കാൻ വയ്യ. വൽതഫതി സാഖ് ബിസാഖ്. കണങ്കാലമായി കൂട്ടിപ്പിരിക്കപ്പെടുമ്പോ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് 75-ാം അധ്യായം സൂറത്ത് ഖിയാമയിലൂടെ പഠിപ്പിക്കുമ്പോ എപ്പോഴാ പോകാന്നറിയാൻ സാധ്യമല്ലല്ലോ. ഓർത്തു പോകുന്നുവോ നാം 2.5 മാസങ്ങൾക്ക് മുമ്പ് അങ്ങ് മംഗലാപുരത്തിന്റെ വാജ്പേയി എയർപോർട്ടിൽ വെച്ചുകൊണ്ട് 160ഓളം വരുന്ന ശരീരം കത്തിയമർന്ന് പോയപ്പോ എന്തേ അവിടെ സംഭവിച്ചു പോയത്? 4-5 കൊല്ലക്കാലം ഗൾഫ് മണലാരുണ്യത്തിൽ കിടന്ന് വയർപ്പ് നീരാക്കി ജോലി ചെയ്തവനാ. ഒരു ലീവ് തങ്ങളുടെ കൈകളിലേക്ക് വന്ന് കിട്ടിയപ്പോ അല്പം ശമ്പളവും കൂടെ കയ്യിൽ കിട്ടുമ്പോ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുന്നു, ഇൻഷാ അല്ലാഹ് ഇന്ന ദിവസം വീട്ടിലേക്ക് എത്താമെന്ന് വിളിച്ചു പറയുമ്പോ അന്നേ ദിവസം സന്തോഷത്തോടുകൂടെ വാഹനം വിളിച്ചുകൊണ്ട് എയർപോർട്ടിലേക്ക് പോകുന്ന കുടുംബമാ. ഈ മനുഷ്യൻ ഫ്ലൈറ്റിലൂടെ കടന്നു വരുമ്പോ അവന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയുണ്ടല്ലോ. എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറണമെന്ന്, പിഞ്ചോമന മക്കളെ ഒന്ന് കാണണമെന്ന്, പൊന്നുമോളുടെ നിക്കാഹൊന്ന് കഴിച്ചു കൊടുക്കണമെന്ന്, മാതാപിതാക്കളെ കാണണമെന്ന ഒരുപാട് സ്വപ്നങ്ങളുമായി അവൻ ഫ്ലൈറ്റിലൂടെ കടന്നു വരുമ്പോ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് ഒന്ന് ധരിക്കണേ എന്ന് ഓർഡർ കൂടെ കേൾക്കുമ്പോ എന്റെ നാട്ടിൽ ഞാൻ ഇറങ്ങാൻ പോവുകയാണല്ലോ എന്ന് സന്തോഷത്തോടുകൂടെ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോഴും ആ പാവം സാധു അറിഞ്ഞു പോകുന്നില്ല. ഒന്ന് പിടക്കാൻ പോലും അറിയാതെ ഞാൻ ഇതിന്റെ ഉള്ളിൽ കത്തിയമർന്ന് പോകാനുള്ളവനാണെന്ന് അവൻ ഒരിക്കലും ഓർത്തു പോകുന്നില്ല. ഫ്ലൈറ്റ് ഇറങ്ങാൻ പോവുകയാണെന്ന് അനൗൺസ്മെന്റ് കേൾക്കുമ്പോ
വെയിറ്റ് ചെയ്തിരിക്കുന്ന കസേരയിൽ നിന്ന് തന്റെ പിതാവിനെ കൂട്ടാനായി എണീറ്റ് വരുന്ന മക്കളാ. ഓർത്തു പോകുന്നുവോ നാം? ചിന്തിച്ചു പോകുന്നുവോ നാം? ആ ഫ്ലൈറ്റ് വന്നുകൊണ്ട് റൺവേയിൽ ഒന്ന് ടച്ച് ചെയ്യുന്നതോടുകൂടെ പൊട്ടിത്തകർന്ന് പോകുന്നത് 160 ശരീരങ്ങളല്ല, 160 സ്വപ്നങ്ങളാണ്, 160 ആഗ്രഹങ്ങളാണെങ്കിൽ എന്തേ ഇവിടെ സംഭവിച്ചു പോയത്? ഗൾഫ് മണലാരുണ്യത്തിൽ നിന്ന് കടന്നു വന്നിട്ട് തന്റെ ഭാര്യ ഇരിക്കുന്നതിന്റെ, തന്റെ മക്കൾ ഇരിക്കുന്നതിന്റെ, തന്റെ ഉമ്മ ഇരിക്കുന്നതിന്റെ ഏതാണ്ടൊന്ന് നടന്നെടുക്കാനുള്ള ദൂരത്തിലെത്തുമ്പോഴാ അള്ളാഹുവിന്റെ ഖദാ സംഭവിച്ചു പോകുന്നതെങ്കിൽ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയതിനെ തടുക്കുവാനോ തടുത്തതിനെ നൽകുവാനോ ആരുമില്ല റബ്ബേ, ആരുമില്ല എന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഇവിടെ പൊരുളറിഞ്ഞു പോകുമ്പോ ഇതാണ് നമ്മുടെ അവസാനം. ആലോചിച്ചോ, ആ മരണത്തോടുകൂടെ ഖബറിൽ പോയി കിടക്കുമ്പോ നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ നിന്റെ ഭാര്യയോ തേങ്ങി നിന്ന നിന്റെ മക്കളോ ആരും നിന്റെ കൂട്ടിലില്ലാത്ത ഈ ലോകത്ത് നിന്ന് പോകുന്നൊരു പോക്കുണ്ടല്ലോ. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഓടി വന്ന സ്നേഹത്തോടുകൂടെ കെട്ടിപ്പുണർന്നുകൊണ്ട് മുത്തം നൽകിയ നിന്റെ മോളുണ്ടല്ലോ, നാളെ രാവിലെ നിന്നെ കാണുമ്പോ, ദിവസുറ്റ നിന്റെ ശരീരം കാണുമ്പോ പേടിച്ചുകൊണ്ട് നിലവിളിച്ച് പോകുന്നുവെങ്കിൽ ഓർത്ത് പോയോ, ഇതാണ് മനുഷ്യന്റെ അവസായെങ്കിൽ. ഇവരാരുമില്ലാതെ ഒറ്റക്കൊന്ന് ഈ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ കിടത്തുമ്പോ മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കും നീ ചെല്ലുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റം ഇല്ല തള്ളലാണത് കൊണ്ട്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ചിതലും പുഴുക്കളും തിളച്ചുമറിയുമ്പോ അതിങ്ങനെ പരലോകം വരെയും ബാസ് വരെയും നീണ്ടുകിടക്കുന്ന നാളാണെന്ന് 23-ാം അധ്യായത്തിന്റെ 100-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുമ്പോ അന്നെങ്ങാനും പരലോകത്തേക്ക് ഹാജരാക്കപ്പെടുമ്പോ വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ആദ്യം നിങ്ങളെ എങ്ങനെ പടച്ചുവോ നഗ്നപാതയരായി ചലാക്രമം ചെയ്യപ്പെടാത്തവരായി അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമേ. അന്നിന്റെ അത്ഭുതകരമായ അവസ്ഥ വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ആരും രക്ഷിക്കാനില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത ഒരു റെക്കമെൻഡോ ഒരു ശുപാർശയോ പോലും നടക്കാത്ത ദിവസം നിങ്ങൾക്ക് മുന്നിൽ വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. അന്ന് ഉമ്മമാർക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട. തന്റെ മടിത്തട്ടിലിട്ട് താലോലി ചോമനിച്ച് വളർത്തിയ മക്കൾക്കെതിരെ ഉമ്മമാര് ശബ്ദിക്കുന്ന നാളാ. അതുകൊണ്ട് എന്റെ സഹോദര, അള്ളാഹു പരിപൂർണമായി വിചാരണ ചെയ്യുമ്പോ നിലത്ത് വീഴുന്ന ഒരു ഉറുമ്പ്, നിലത്ത് വീഴുന്ന പഞ്ചസാര തരി എടുക്കാൻ വരുന്ന ഉറുമ്പും കൂട്ടത്തിലെ നിസ്സാരമായ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ തൂക്കം നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഹാജരാക്കപ്പെടുന്ന ആ അത്ഭുതകരമായ ലോകത്തിലെങ്കാനും നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ സഹിക്കാരി കഴിയില്ല. കാലിനടിയിൽ ഒരു തീക്കനൽ വെക്കുമ്പോ തലച്ചോറ് തിളച്ചുമറിയുന്ന നിസ്സാരമാണ്. കുടൽമാല പുറത്ത് ചാടി കഴുതാസുകല്ലെന്ന നട്ടം ചുറ്റുന്ന പോലെ നട്ടം തിരിയുന്നവരും അവിടുത്തെ കാഴ്ചകളായി മാറുമ്പോ അവിടുന്ന് രക്ഷ വേണ്ടേ, മോചനം വേണ്ടേ? ആ നരകത്തിന്റെ മോചനത്തിന് വേണ്ടി മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തിൽ അധ്വാനിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവർത്തിക്കാൻ കഠിനമായ പ്രയത്നം കൂടെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നാദാ കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റല്ല തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.